CPI-യിൽ ചില പ്രശ്നങ്ങളുണ്ട്. കെ ഇസ്മായിലിനെ തള്ളി പി പ്രസാദ്. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയതിലുള്ള കെ ഇസ്മായിലിന്റെ വിമർശനം തള്ളുന്നു മന്ത്രി പി പ്രസാദ്. സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ബിനോയ് വിശ്വത്തെ നിശ്ചയിച്ചതെന്നും തീരുമാനമായതിൽ അസ്വാഭാവികതയില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. പിന്തുടർച്ചാവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം എന്നായിരുന്നു കെ ഇസ്മായിലിന്റെ പ്രതികരണം. കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് പിന്നാലെ CPI-യിൽ ആഭ്യന്തര കലഹമെന്ന പ്രതീതി പരത്തുന്നതായിരുന്നു മുതിർന്ന നേതാവ് കെ ഇസ്മായിലിന്റെ പരസ്യ വിമർശനം. പാർട്ടിയിലെ കീഴ്വഴക്കം ലംഘിച്ചാണ് തിടുക്കത്തിൽ ബിനോയ് വിശ്വത്തെ നിയമിച്ചതെന്ന് കെ ഇസ്മായിൽ തുറന്നടിച്ചു. എന്നാൽ ഇസ്മായിലിന്റെ പ്രതികരണത്തെ പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി പി പ്രസാദ്. പാർട്ടി ജനറൽ സെക്രട്ടറി D രാജ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമെടുത്തതെന്നും ഇസ്മായിലിന്റെ പ്രതികരണം എന്തുകൊണ്ടാണെന്നും അറിയില്ലെന്നും മന്ത്രി പി പ്രസാദ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമാണ്. ആ അഖിലേന്ത്യാ നേതൃത്വത്തെ നയിക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന സഖാവ് D രാജയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി കൂടി പങ്കെടുത്ത ഒരു യോഗമാണ് സഖാവ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അനുഭവ സമ്പത്തുള്ള നേതാക്കൾക്ക് പാർട്ടി സംഘടനാ കാര്യങ്ങൾ എവിടെ പറയണമെന്നറിയാമെന്നും കെ ഇസ്മായിൽ അങ്ങനെ പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. 24 പത്തനംതിട്ട.